ഓറിഫ്ലെയിമിൻ്റെ ന്യൂ ആപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിഫ്ലെയിമിൻ്റെ ആപ്പ് ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിതുപോലെ പേജ് വരും. അപ്പോൾ ഇവിടെ നോക്കുക, ഇന്ത്യ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കൺട്രി. അതിനുശേഷം സൈനിങ് കൊടുക്കുക, മറക്കരുത്, സൈനിങ് ആണ് കൊടുക്കേണ്ടത്. സൈനിങ് കൊടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരും. ഇവിടെ നിങ്ങളുടെ മെമ്പർ നമ്പറും പാസ്വേഡും കൊടുക്കുക. ബ്രാൻഡ് പാർട്ണർ ഐ ഡി, മെമ്പർ നമ്പർ, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മെമ്പർ നമ്പറും പാസ്വേഡും നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈനിങ് കൊടുക്കുക. സൈനിങ് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് കാറ്റലോഗ് കാണാൻ പറ്റും. ഇനി പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കുള്ള ഓഫർ പ്രൊഡക്ട്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫൈൻഡ് യുവർ പെർഫെക്റ്റ് നോവേജ് റൂട്ടീൻ, അതായത് നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള നോവേജ് സെറ്റ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെയുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കാറ്റലോഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ കാറ്റലോഗ് കാണാനും സെർച്ച് ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, ഇവിടെ ഏറ്റവും മേളിലാണെങ്കിൽ സെർച്ച് ഓറിഫ്ലെയിം എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമുക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ലെൻസിൻ്റെ ചിഹ്നം കാണാം. നമ്മൾ ആ ഒരു ലെൻസിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലെൻസിൻ്റെ പോലത്തെ ആ ഒരു ചിഹ്നത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഈ പേജിൽ നമുക്ക് അവിടെ കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാറ്റലോഗ് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രി ഷേക്ക്, അതായത് നമുക്കുള്ള ഫുഡ് സപ്ലിമെൻറ്റ്സുകളാണ് വേണ്ടതെങ്കിൽ ന്യൂട്രി ഷേക്ക് ക്ലിക്ക് ചെയ്യാം. സ്കിൻ കെയർ പ്രൊഡക്റ്റുകളാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നീഡിനനുസരിച്ച് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ഓപ്ഷനാണ് ബാഗിൻ്റെ ഐക്കൺ. നമ്മൾ അടുത്തത് ആ ബാഗിൻ്റെ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈ ബാഗിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇപ്പം ഒന്നും ബാഗിലേക്കൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഒന്നും കാണാതിരിക്കുന്നത്. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നമുക്ക് പർച്ചേസിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമുണ്ട്. ഈ ഹാർട്ടിൻ്റെ ചിഹ്നം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓറിഫ്ലെയിമിൻ്റെ പ്രൊഡക്ട്സൊക്കെ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുമല്ലോ. അപ്പം അത് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നത്തിൽ നിങ്ങളിങ്ങനെ ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഹാർട്ടിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്ട്സുകൾ പെട്ടെന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ബാഗിലേക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലാസ്റ്റത്തെ ഒരു ഐക്കണാണ് ഈ ഒരു ഹ്യൂമൺ ഐക്കൺ. ഈ ഒരു ഹ്യൂമൺ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും മേളിൽ നമ്മളുടെ പേര്, നമ്മുടെ ബ്രാൻഡ് പാർട്ണർ ഐ ഡീസ്, നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ കാണും. ഇനി അടുത്തതാണ് ഓർഡേഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും പർച്ചേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം പ്രൊഡക്റ്റ് ഓർഡർ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓർഡർ ഹിസ്റ്ററിയിൽ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ പെൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതെല്ലാം പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു സെഷൻ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വന്നിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തത് ഇത് എപ്പോൾ എത്തും അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഓപ്ഷനാണ് ഷെയർ ആൻഡ് ഏൺ. ഇതാണ് നമ്മുടെ PBS ലിങ്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഷെയർ ആൻഡ് ഏൺ വഴി നമുക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് വന്നിട്ട് നമ്മളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ പ്രോഡക്റ്റ്സ് അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ നമ്മുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ഓപ്ഷനാണ് റിക്രൂട്ട്സ്. അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് സപ്പോർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് പറഞ്ഞ് സൊല്യൂഷൻസ്, ചാറ്റ് സെൻറ്ററാണത്, ചാറ്റിങ് നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോഡക്റ്റ് ബാഗിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാഗ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുന്നത് നോക്കാം. നമുക്കിതുണ്ട്, ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ബിസിനസ് പോയിൻറ്റ്സ് ഇതെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
കണ്ടോ, ഇത് നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ നമ്മളുടെ എത്ര ബിസിനസ് പോയിൻറ്റ്സ് ആണ്, ടോട്ടൽ എത്ര പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയിട്ട് ഞാൻ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും കണ്ടിന്യൂ കൊടുത്ത് പർച്ചേസ് ചെയ്ത് പോകാം. ഇതാണ് നമ്മുടെ ഒറിഫ്ലെയിമിൻ്റെ പുതിയ ആപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഈ ആപ്പിലില്ല. നമുക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും ഒരുപാട് ഓപ്ഷൻസ് എടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനാണെങ്കിലും സാധിക്കും.